തന്നെ വധിക്കാൻ ഇറാൻ പദ്ധതി ആസൂത്രണം ചെയ്യുകയാണെന്നും താൻ കൊല്ലപ്പെട്ടാൽ 1000 മിസൈലുകൾ ഇറാനിലേക്ക് അയക്കാൻ താൻ നേരത്തെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും 1000 മിസൈലുകൾ ഏത് സമയവും അവിടേക്ക് എത്താകുന്ന തരത്തിൽ ലോഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് എന്നും ഏത് നിമിഷവും അതിനായുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകുമെന്നുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിനെക്കുറിച്ചാണ് ഇന്ന് പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത്. ലോഡ് ചെയ്ത 1000 മിസൈലുകൾ കൂടാതെ 1000 മിസൈലുകൾ കൂടി അയച്ച് ഇറാനെ പൂർണ്ണമായും തരിപ്പണമാക്കുമെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വർഷത്തേക്ക് താൻ ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ കൊണ്ടും കൊടുത്തും വെല്ലുവിളിച്ചും ഭീഷണി മുഴക്കിയും പരസ്പരം ഇറാനും അമേരിക്കയും നീങ്ങുമ്പോൾ വീണ്ടും ചർച്ചയുടെ വട്ടമേശയുടെ അടുത്തേക്ക് ഇരു രാജ്യങ്ങളും എത്തണമെന്ന നിർബന്ധത്തിലാണ് ഗൾഫ് രാജ്യങ്ങളുള്ളത്. ഇതിനായി ശക്തമായ സമ്മർദ്ദം ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും മറ്റു രാജ്യങ്ങളുടെയുമൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ ചരക്ക് കപ്പലുകളെ ആക്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഇറാനിലുടനീളം വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അമേരിക്ക നടത്തുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഗൾഫിലെ ആസ്ഥാനങ്ങൾക്ക് നേരെ ഇറാനും ആക്രമണം നടത്തുന്നു. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കമ്പനികളെ തങ്ങൾ ലക്ഷ്യം വെക്കും എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ആഗോള സാമ്പത്തിക യുദ്ധം കൂടിയായിട്ട് അത് പരിണമിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും അത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യ വിഷയങ്ങളിലേക്കും സുരക്ഷയിലേക്കുമൊക്കെ അത് ബാധിക്കും എന്ന് വളരെ കൃത്യമായിട്ടറിയാം. നേരത്തെ തന്നെ 14ഓളം അമേരിക്കൻ കമ്പനികളുടെ ലിസ്റ്റ് ഇറാൻ പുറത്തുവിടുകയും അതിൽ 2-3 കമ്പനികൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ആ വാർത്ത വന്നതിന് പിന്നാലെ ലോകത്ത് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ ആമസോൺ പോലെയുള്ള കമ്പനികൾക്ക് നേരെ ആക്രമണം നടന്നു. ഇത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ കേവലം ഒരു സൈനിക ക്യാമ്പുകൾ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും പൊതുനിരത്തുകളിലേക്ക് കൂടി ആക്രമണങ്ങൾ വ്യാപിക്കും എന്ന് കൃത്യമായി ഗൾഫ് രാജ്യങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ദുബായ് പോലെയുള്ള നഗരങ്ങൾ നിശ്ചലമാകുന്ന തരത്തിലേക്ക് ഇറാൻ്റെ ആക്രമണങ്ങൾ എത്തും എന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം. അതൊരു ദുബായിൽ മാത്രം നിൽക്കില്ല, ഗൾഫിൻ്റെ പല റീജിയനുകളിലേക്കും അത് ബാധിക്കുമെന്ന് അറിവുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാതെ ഏത് തരത്തിലും ഇതിനെ പിടിച്ചു നിർത്തേണ്ടത് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ബാധ്യതയായി മാറുന്ന പോലെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അതോടൊപ്പം തന്നെ ഖത്തർ അമീറുമെല്ലാം ചേർന്നുകൊണ്ട് പുതിയ ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് വട്ടമേശയുടെ ചുറ്റും ഇരു രാജ്യങ്ങളെയും ഇരുത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു വാർത്ത വരുന്നത്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ പുതിയ പ്രസ്താവന ഉണ്ടാകുന്നത്. ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവുകളും താൻ കൊല്ലപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ 1000 മിസൈലുകൾ അയക്കാൻ താൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന ആ ഒരു പരാമർശം നിലനിൽക്കില്ല എന്നാണ് അമേരിക്കയിൽ തന്നെ വിദഗ്ധർ പറയുന്നത്. പ്രസിഡന്റ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവിനും ഒപ്പിനുമൊക്കെ പ്രാധാന്യമുള്ളത്. പ്രത്യേകിച്ച് സൈനിക നീക്കങ്ങളുടെ കാര്യത്തിൽ പ്രസിഡന്റിൻ്റെ മരണശേഷം അധികാരം അടുത്ത അവകാശിയിലേക്ക് പോകുമെന്നതിനാൽ മുൻകൂട്ടി ഇത്തരത്തിലുള്ള ഉത്തരവുകൾ നിലനിൽക്കില്ല എന്നും വിദഗ്ധർ പറയുകയാണ്. ദ വാൾ സ്ട്രീറ്റ് ജേർണലിൽ ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതി ഇടുന്നുണ്ട് എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇസ്രയേൽ ഇന്റലിജൻസിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആ വാർത്തയുണ്ടായിരുന്നത്. ഈ വാർത്ത ട്രംപ് തള്ളിക്കളയുന്നുണ്ടെങ്കിലും ഇതൊരു പുതിയ കാര്യമല്ലെന്നും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യം തനിക്കെതിരെ നടക്കുന്നുണ്ട് എന്നത് തനിക്കറിയാമെന്നുമൊക്കെയാണ് ട്രംപ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മറുപടി നൽകിയത്. അതേസമയം തന്നെ ഇസ്രയേൽ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് തനിക്കറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു പ്രസിഡന്റ് മരണപ്പെട്ടാൽ സൈനിക നടപടികൾക്ക് അനുമതി നൽകാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം പ്രസിഡന്റ് മരണപ്പെട്ട ഉടൻ തന്നെ സൈനിക കമാൻഡ് അധികാരം ഭരണഘടനാപരമായ പിൻഗാമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അദ്ദേഹം പുതിയ കമാൻഡർ ഇൻ ചീഫായി മാറുകയും ചെയ്യും. അതിനാൽ മരണശേഷം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ട്രംപിന് നിയമപരമായി സാധിക്കില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഇറാനിലെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനയുടെ സംസ്കാര ചടങ്ങിന് ശേഷം ഇറാനിൽ ട്രംപിനെതിരായ പ്രതിഷേധം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. മഷ്ഹദിലെ ഇമാം റസയിൽ നടന്ന ചടങ്ങിൽ ഒത്തുചേർന്ന കോടിക്കണക്കിന് ജനങ്ങൾ
പ്രകടനത്തിനിടെ ട്രംപിനെ കൊല്ലുമെന്നും കാംനയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. മാത്രവുമല്ല, ഈ വിലാപയാത്രയിലുടനീളം പ്രതികാരത്തിന്റെ സൂചനയായി ചുവന്ന പതാക ഇറാൻ ഉയർത്തുകയും ട്രംപിനെ കൊല്ലുമെന്ന മുദ്രാവാക്യം മുഴക്കുകയും ട്രംപിന്റെ ചിത്രമുള്ള ബാനറുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ചിലയിടങ്ങളിൽ ആ ചിത്രമുള്ള ബാനറുകൾക്ക് നേരെ ഇറാനികൾ കല്ലെറിയുന്നതും തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുന്നതും ഒക്കെ കാണാമായിരുന്നു. ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷമാണ് ട്രംപ് ഇറാന്റെ പ്രഖ്യാപിത ശത്രുവായിട്ട് മാറുന്നത്. 2020 ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയത്. ഇതിന് പ്രതികാരമായി ഇറാൻ ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചേക്കാമെന്നാണ് US സർക്കാർ വളരെ കാലമായി വിശ്വസിക്കുന്നതും ആ അർത്ഥത്തിൽ ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമൊക്കെ. ഇക്കാലയളവിൽ പലതവണ താൻ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായിരുന്നുവെന്നും ഇത്രകാലം ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുമൊക്കെ ട്രംപ് പറയുന്നുണ്ട്. അടുത്തിടെ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് അദ്ദേഹം തൻ്റെ യാത്രാ പദ്ധതികളിൽ പോലും മാറ്റം വരുത്തിയിരുന്നു എന്ന വാർത്തകളും ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്കായി ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരം ഭീഷണികളും തിരിച്ചടികൾക്കുള്ള മുന്നറിയിപ്പുകളും വീണ്ടും ഉയരുന്നത്. ഏതായിരുന്നാലും ഇറാന്റെ ഭീഷണി എന്ന വാർത്തയെ അമേരിക്ക ഗൗരവമായിട്ട് തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലനിൽക്കുന്നത്. അദ്ദേഹം പല പൊതുപരിപാടികളിലും ഇപ്പോൾ സംബന്ധിക്കുന്നില്ല, പ്രത്യക്ഷപ്പെടുന്നില്ല. പുറത്തിറങ്ങിയാൽ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്നതിനാൽ വളരെ സൂക്ഷ്മതയോടെയും ഉയർന്ന സുരക്ഷയോടെയും മാത്രമാണ് അദ്ദേഹം ഇസ്രയേലിലെ പൊതു ഇടങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. യുദ്ധത്തിന് ശേഷം തൻ്റെ സുരക്ഷ 10 മടങ്ങായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നെതന്യാഹു.